വിജയമല്യയെ ഇന്ത്യക്ക് കൈമാറാൻ ബ്രിട്ടീഷ് കോടതി തീരുമാനിച്ചു. ഈ 2500 കോടി തട്ടിക്കാന്ന് വെച്ചാ എന്താ കഥ? അച്ഛാ ചായ. സത്യം പറഞ്ഞ ഈ 2500 കോടിയിൽ എത്ര പൂജ ഉണ്ടെന്ന് ഇന്ത്യയിൽ 50 കോടി ജനങ്ങൾക്കും അറിയില്ല. ഇപ്പൊ പത്രം നോക്കിയ ഭ്രാന്ത് പിടിക്കും. സ്കൂൾ കുട്ടികളുടെ ഒളിച്ചോട്ടം, പീഡനം, മയക്കമരുന്ന്, തേങ്ങാക്കൊല, പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികള് എവിടെ ചക്ക ഉണ്ട് മാങ്ങ ഉണ്ടെന്ന് നോക്കി അതെല്ലാം പൊട്ടിച്ചെടുത്ത് കല്ലിൽ ചതച്ച് തിന്നും. ഇന്നത്തെ പല പിള്ളേരും വായ കൊള്ളാത്ത ലഹരി മരുന്ന് കൊണ്ടാണ് നടക്കുന്നത്. എല്ലാ ന്യൂ ജനറേഷൻ. ഇപ്പൊ മനുഷ്യന് അറിവുണ്ടാവും തോറും മൃഗമായി മാറുകയാണ്. ഗിരിജേ, അല്ല നീ എന്താ നേരം വൈകിയേ? ടാപ്പിങ് കഴിഞ്ഞ് ടൗൺ വരുന്ന പോയി. അച്ചുവിന്റെ റിസൾട്ട് അറിയുന്ന ദിവസമല്ലെന്ന്. അവനൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ. ഇതെന്ത് പറ്റി? ഇതെന്തായാലും ഇവിടെ എന്താ വിളക്കൊന്നും എടുത്ത് കയറായില്ലേ? മൊബൈലാ? അച്ചുവിന് സന്തോഷോ? പാവം 8ാം ക്ലാസ് തുടങ്ങി പറയണ്ടാ ഒരു മൊബൈൽ ഫോൺ വേണമെന്ന്. ഇപ്പൊ പിള്ളേർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോണിലുണ്ടെന്ന് എല്ലാരും പറയണേ. പഠിക്കാനുള്ളത് മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷുമാർക്ക് എന്താ പണി? സർക്കാർ എന്തിനാ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്? മോനെ ചന്ദ്ര, എന്തായാലും മൊബൈൽ ഫോൺ വേണ്ടായിരുന്നു. അച്ഛാ, അവന്റെ കുറെ നാളായിട്ടുള്ള ആഗ്രഹമല്ലേ. കൂട്ടുകാർക്കെല്ലാം മൊബൈലുണ്ട്, അവൻ്റെ മാത്രം മൊബൈൽ ഇല്ലാത്തത് വലിയ സങ്കടമാണ്. ചേട്ടാ, ഞാൻ ചായ എടുത്തിട്ട് വരാം. മറ്റുള്ളവരുടെ മുറ്റത്തേക്കും അടുക്കളയിലേക്കും എന്ന് മനുഷ്യൻ എത്തി നോക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ തുടങ്ങി അവന്റെ സമാധാനക്കേട്. നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് അടുത്തുള്ളവന്റെ വലുപ്പം കണ്ടിട്ടില്ല. കഷ്ടം. ചേട്ടാ, എന്നാ ചായ. നിനക്കറിയാലോ നമ്മുടെ ഏലിയാസിന്റെ അവസ്ഥ. ഒറ്റ മോന. 10ാം ക്ലാസ് ജയിച്ചപ്പോൾ ബൈക്ക് വാങ്ങിക്കൊടുത്തു. ഞായറാഴ്ച പള്ളിയിലേക്കെന്ന് പറഞ്ഞു പോയ ചെക്കൻ്റെ ശവമാണ് കിട്ടിയത്. അച്ഛൻ എന്തിനാ എഴുതാപ്പുറം വായിക്കണത്? നമ്മുടെ അച്ഛൊരു പാവല്ലേ, അവൻ നമ്മൾ പറയണതനുസരിച്ച് പഠിച്ചോളും. എല്ലാ അച്ഛനമ്മമാർക്കും മക്കൾ പാവങ്ങളാ. ഹിറ്റ്ലർക്കും ബിൻ ലാദനും അച്ഛനമ്മമാരും ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത മകന് ബൈക്ക് വാങ്ങി കൊടുത്തതിൻ്റെ പേരിൽ ഏലിയാസ് ജയിലിൽ കിടക്കേണ്ടിയും വന്നു. ഇപ്പം അയാൾ ഭ്രാന്താശുപത്രിയിലാ. നിനക്കറിയോ?
മോനെ ഒരു തെറ്റും ചെയ്യില്ല. വിശ്വാസം അതല്ല എല്ലാം. മൊബൈൽ എന്ന ഈ കുന്ത്രാണ്ട് ഉപയോഗിക്കുന്നതിന് സർക്കാർ ഒരു പ്രായപരിധി വെക്കേണ്ട കാലം കഴിഞ്ഞു. ഫൂ. വലിയ ശൃംഗാരത്തിനൊന്നും വരണ്ട. പിന്നെ ഞാൻ എന്തിനാ വരേണ്ടത്? ദേ എന്റെ വായിന്ന് വല്ലതും കേക്കൂട്ടാ. അച്ഛന്റെ വാക്കും കേട്ടിട്ട് പോയി അച്ഛന്റെ അടുത്ത് തന്നെ പോയി കിടക്ക്. അച്ഛൻ്റെ അടുത്ത് പോയി കിടന്നാ നമുക്ക് നമ്മുടെ അച്ഛന് കിട്ടുമോ? ദേ മര്യാദയ്ക്ക് അവിടെ എവിടെയെങ്കിലും പോയി കിടന്നോ. ചേടാ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞതിന് നീ എന്തിനാ എന്നോട് ഇങ്ങനെ? കാരണന്മാര് ചെയ്ത പാപങ്ങളെ മക്കൾ അനുഭവിക്കുന്നത് കേട്ടിട്ടില്ലേ? എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വീട്ടിൽ ഏത് വിരുന്നേരം വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ കാര്യം. എൻ്റെ കഞ്ഞൂടി മുട്ടിക്കുകയാണല്ലോ ഭഗവാനെ. ആ ജനലൊക്കെ അതൊക്കെ ശരിയാക്കാൻ പറഞ്ഞിട്ടെ എത്ര നാളായി? ആ കാരണവരെ ഞാൻ അവിടെ വന്ന് നിൽക്കണ്ടാവും. അല്ലാത്തതിനൊക്കെ നിങ്ങൾക്ക് വലിയ തിരക്കാണല്ലോ. ഡിയേ ഇതിരി വെള്ളം എടുത്തടി. ഹോ അതൊന്നും എടുത്ത് കുടിച്ചൂടെ? എല്ലാത്തിനും എന്റെ കൈ തന്നെ വേണം. നല്ല ആളോടെ പറഞ്ഞു. അമ്മേ ആ പരീക്ഷയ്ക്ക് എല്ലാത്തിലും എനിക്ക് A+. ആണോ? ഏ അവിടെ സന്തോഷായി മോനെ. വീണതാ. നീ അകത്ത് പോയി ആ സമ്മാനം എടുത്തോണ്ട് ആ വന്നു. ശരി. ഓ എന്നാലും നിനക്ക് A+ കിട്ടിയല്ലോ. സന്തോഷായി മോനെ. സന്തോഷായി മോനെ. മോനെ ഇത് തുറന്നു നോക്ക്. അച്ഛന്റെ സമ്മാന. മൊബൈലാ? അച്ഛനത് വെറുതെ ഇട്ടതാണോ? ഏ കടക്കാരൻ 15,000 രൂപ വില പറഞ്ഞതാ. എന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ 13,000 രൂപ തന്നതാ. എടാ ഇത് നല്ലതാണല്ലോ. എന്തൊരു ഭംഗിയാ കാണാൻ. അച്ഛനമ്മയ്ക്കൊരു ചുക്കറിയില്ല. ഉം. എന്റെ കൂട്ടുകാരുടെ കയ്യിലിരിക്കുന്ന ഫോൺ കാണണം. 50,000 40,000 ഫോണുകൾ അവരുടെ കയ്യിലിരിക്കണേ. 13,000 ഫോൺ കൊണ്ട് അവരെങ്ങനെ ഫേസ് ചെയ്യാനാ? നിന്റെ അച്ഛനെ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാ. പുലർച്ചെ 3 മണി മുതൽ ഉച്ച വരെ പണ്ടാലേ 800 രൂപ കൂലി കിട്ടും. ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നതും നിന്നെ പഠിപ്പിക്കുന്നതും പലിശക്കാർക്ക് പലിശ കൊടുക്കുന്നതും എല്ലാം ഇതുണ്ടാ. ആഴ്ചപ്പതിപ്പുകാർക്ക് കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാ. ഇതിനിടയിൽ നീ പഠിച്ച് നല്ല നിലയ്ക്ക് എത്തട്ടെന്ന് വെച്ചിട്ടാ നിന്റെ ഇഷ്ടങ്ങൾ നടത്തി തരുന്നത്. അമ്മയുടെ കാതിൽ കിടന്ന കമ്മല് പണയം വെച്ചിട്ട് ആകെ കിട്ടി 9,000 രൂപ. പിന്നെ തികയാത്ത ഞാൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക ചെയ്തത്. ഇപ്പൊ ടീച്ചേഴ്സ് എല്ലാം ഓൺലൈനിൽ ക്ലാസ് എടുക്കണേ. അതിന് നെറ്റും കവറേജുള്ള ഫോൺ വേണം. മോൻ നന്നായി പഠിക്ക്. +2 നല്ലോണം മാർക്ക് മേടിച്ചാലേ മോന്റെ അച്ഛൻ ഇതിലും വില കൂടി സമ്മാനം മേടിച്ചു തരും. ഓ തുടങ്ങി സെന്റി. ഏട്ടാ അവൻ പറഞ്ഞത് കാര്യമാക്കണ്ട. അവൻ നമ്മുടെ മോനല്ലേ. ഏട്ടൻ കഞ്ഞി കുടിക്കും. മോനെ വാതിൽ തുറന്നേ. അച്ഛൻ നീ വാതിൽ തുറക്കണ്ട. അമ്മേ അച്ചു എത്ര നേരമായിട്ട് നിന്നെ വിളിച്ചോണ്ടിരിക്കുക?
ഈ മൊബൈൽ മേടിച്ചപ്പോ നേരത്തിനും കാലത്തിനും നീ വല്ലതും കഴിച്ചിട്ടുണ്ടാ? ഏത് നേരം നോക്കിയാലും ഈ തോണ്ടിൽ മാത്രം തന്നെ. നീ നോക്കിക്കോ, മൊബൈൽ എത്ര നോക്കിയിരുന്നാലും പഠിപ്പിൽ ഓനൊന്നാമനോ. നിങ്ങ എങ്ങനെ ചെക്കന് വളം വെച്ച് കൊടുത്തോ? ഈയിടെയായിട്ട് നാമം ജപിക്കാൻ പോലെ അവൻ വരാതെ. നീ വാ, അവൻ മൊബൈൽ നോക്കി പഠിക്കണതാവും. ഇപ്പൊ സാറുമാര് മുഴുവൻ ഓൺലൈനിലെ ക്ലാസ് എടുക്കണത്. ശരി ശരി, ഇങ്ങനെ പഠിച്ചാൽ നന്നാവും. എന്റെ കമ്മല് പണയം വെച്ചിട്ട് 1 മാസായി. ചേട്ടനത് ഓർമ്മയുണ്ടാ? ചായ വെച്ചിട്ടേ. കുറച്ച് കഞ്ഞലുണ്ട്, പോയിട്ട് കുടിച്ചോ. കണിദീപപ്പൂവിടർന്നത് മനസ്സിൻ മാനത്ത്, കളിയൂഞ്ഞാലാടാൻ വാ ചിരിമൊഴിപ്പൂങ്കാറ്റേ. കണിദീപപ്പൂവിടർന്നത് മനസ്സിൻ മാനത്ത്, കളിയൂഞ്ഞാലാടാൻ വാ ചിരിമൊഴിപ്പൂങ്കാറ്റേ. കതിർമണി തേടും കുറുമൊഴി കിളിയെ കൂട്ടുകൂടാൻ വാ. അടുത്തു വന്നാൽ പകുത്തു നൽകാം സ്നേഹസമ്മാനം. അടുത്തു വന്നാൽ പകുത്തു നൽകാം സ്നേഹസമ്മാനം. കാലമിന്നലെ കാത്തുവെച്ചൊരു മോഹസമ്മാനം, കൺകളിലുലയും കനവുകൾ ചാർത്തിയ കോടി നിലാവല്ലേ. നെയ്തു കൊരുത്തൊരു പറയിലണന്നത് പതിരുകളായില്ലേ. നെയ്തു കൊരുത്തൊരു പറയിലണന്നത് പതിരുകളായില്ലേ. കൊച്ചോളക്കുമിളകളുടയണ കയങ്ങൾ നീന്തിയില്ലേ, കണ്ണീർ കയങ്ങൾ നീന്തിയില്ലേ. കൊച്ചോളക്കുമിളകളുടയണ കയങ്ങൾ നീന്തിയില്ലേ, കണ്ണീർ കയങ്ങൾ നീന്തിയില്ലേ. കണിദീപപ്പൂവിടർന്നത് മനസ്സിൻ മാനത്ത്, കളിയൂഞ്ഞാലാടാൻ വാ ചിരിമൊഴിപ്പൂങ്കാറ്റേ. കതിർമണി തേടും കുറുമൊഴി കിളിയെ കൂട്ടുകൂടാൻ വാ. അടുത്തു വന്നാൽ പകുത്തു നൽകാം സ്നേഹസമ്മാനം. അടുത്തു വന്നാൽ പകുത്തു നൽകാം സ്നേഹസമ്മാനം. ആ ചന്ദ്രേട്ടൻ എവിടെയാ ചേച്ചി? ടാപ്പിംഗ് കഴിഞ്ഞത് വരെ വന്നില്ലല്ലോ. പിന്നെ ചേച്ചി ഇന്നലെ മുതൽ നമ്മുടെ പച്ചക്കറി കട നടത്തുന്ന സുഗതന്റെ മോളെ കാണാനില്ലെന്ന്. അയ്യോ, ആ കുട്ടിക്ക് എന്ത് പറ്റി? അതൊരു ചെറിയ കുട്ടിയല്ലേ? അതേന്നേ. പിന്നെ കനാൽ ബണ്ടിന്റെ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ശരീരം കണ്ടെത്തി. അയ്യോ, ഏത്? നമ്മുടെ കനാലിന്റെ എവിടെയാ? ആ, ഉശ്ശൂ. മുഖം തിരിച്ചറിഞ്ഞിട്ടില്ലേ? ആരോ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടെ. പോലീസിന്റെ ആൾക്കാരും ബഹളമായ. ഈശ്വരാ, ഇനി അതാ സുഗതന്റെ മുളങ്ങാനായിരിക്കോ? പിന്നെ ചന്ദ്രല്ല അവിടെ? ഇല്ലല്ലോ. എന്തേ? അല്ല, അവനെ കണ്ട് മരം മുറിക്കാൻ പോവാന്ന് എന്നൊരു വഴിപാടുണ്ടല്ലോ. എന്താ ചോദിച്ചിട്ട കാര്യം? ആ പച്ചക്കറിക്കാരന്റെ പെൺകുട്ടി മരിച്ചറിഞ്ഞില്ലേ? അത് ആദ്യം കണ്ടു ഞാനാ. ഏത്? ചന്ദ്രൻ ടാപ്പിന്റെ പറമ്പിന്റെ തൊട്ടപ്പുറത്താ. ചന്ദ്രനെ പോലീസുകാരെ അന്വേഷിച്ചെടുക്കുക. എന്തിനാ? അവനെ പിടിച്ച് കലക്ടറാക്കാൻ. അതെ, ഇവിടുത്തെ ചക്കൻ അവന്റെ കൂട്ടുകാരനും കൂടി ആ പെൺകുട്ടിയായിട്ടുള്ള ഡിങ്കാളിയെ പക്ഷെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ പോലീസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പോട്ടെ എന്നേ. ഇയാളൊരു വഷളനാ. എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? എനിക്കൊരു പിടിയും കിട്ടിയില്ല. പാവം കുട്ടി. വല്ല ബംഗാളികൾ വന്നതാവും. ഞാനെന്നാ പോയേക്കാം. എന്നാ ശരി ബെന്നി. ആ ജോർജ് ചേട്ടൻ്റെ ഒരു ഭാഗ്യേ, എന്നും വെടിയെറിച്ച മൂപ്പർക്ക്. ഇതും ഇവിടെ ബെന്നിയാണല്ല. നിങ്ങൾ അറിഞ്ഞില്ലേ? നമ്മുടെ ഷാജഹാനും ജോർജ് ചേട്ടനെയും ഫോറസ്റ്റുകാർ പൊക്കി. 10 മിനിറ്റ് മുമ്പ് ജോർജ് ചേട്ടൻ ബീഡി വാങ്ങി പോയിടുന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച കാട്ടുപന്നിനെ പിടിച്ചത് അയാളുടെ ചാണക്കുഴിന്നാ. അതിൻ്റെ തലയും കുടലും കിട്ടിയത് കുഴിന്ന്. ഫോറസ്റ്റുകാർ പിടിച്ചു കൊണ്ടുപോയിട്ട് മഴ പെയ്യണ വരെ ചൂട്ടടി. പാവം ജോർജ് ചേട്ടൻ. ജോർജ് ചേട്ടൻ ഹാർട്ടിന് അസുഖമുള്ള ആളാ. ഇപ്പം അതിന് മനുഷ്യന്മാരെ കൊന്ന വലിയ കേസൊന്നുമില്ല.
ഇപ്പൊ കാട്ടുമൃഗങ്ങൾ നാട്ടിൽ വന്ന് കൃഷി നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അവറ്റങ്ങൾ എവിടെ വെച്ച് വന്നാ വലിയ കേസാ. കോടതിയായി, ജയിലായി, വലിയ കണിയാ. ഒരു പാവം പെൺകുട്ടീനെ പിച്ച് ചീന്ന് കൊന്നിട്ടേ മാസം ഒന്നായി. പാവം കുട്ടി. ജോസ് പറഞ്ഞ പോലെ അതിന്റെ കൊലയാളി ആരായാലും അതിന് വെട്ടി നുറുക്കണം. വല്ല ബംഗാളികളായിരിക്കും. അവരിപ്പോൾ തന്നെ നാട് വിട്ട് പോയിണ്ടാവും. ഒരു തെളിവില്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാനാ? നമ്മുടെ കേരള പോലീസ് അങ്ങനെ വെറുതെ ഇരിക്കില്ലേ? അത് ചന്ദ്രൻ പറഞ്ഞത് ശരിയാ. എത്ര വലിയവനായാലും നമ്മുടെ പോലീസുകാർ പിടിച്ചിരിക്കും. നമുക്ക് കാത്തിരിക്കാം. ചന്ദ്രേട്ടൻ വീട്ടിലേക്കാണോ? ആ അതെ, എന്നാ വാ. എന്നാ ശരി. ഓക്കെ ഓക്കെ. ആ ആ ആ അച്ഛൻ മുഴുവനും കുടിച്ചില്ലേ? ചന്ദ്ര, നീ എന്റെ പെൻഷൻ കാശ് ബാങ്കിൽ നിന്ന് വാങ്ങിയോ? ഇല്ലച്ചാ, ഇനി മുമ്പെടുക്കാം. പൈസ കിട്ടിയിട്ട് വേണം നമ്മുടെ അച്ചുവിന് ഷൂ വാങ്ങാൻ. അവന്റെ കൂട്ടുകാരോട് പലപ്പോഴായി പറയുന്നത് കേട്ടു, കളിക്കാൻ പോവാൻ ഷൂ ഇല്ല. അവന്റെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം. ചന്ദ്ര, പതിവിലണ്ടൊരു കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഇതാണോ ടാപ്പിംഗ് നടത്തുന്ന ചന്ദ്രന്റെ വീട്? അതെ, ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലെ SI ആണ്. എന്താ സാറേ? ഷാജി, അവനാണ് ഇറക്ക്. എന്താ സാർ, ഞങ്ങളുടെ മോൻ. മോനെ എന്താടാ പറ്റിയേ? ചന്ദ്ര, നിങ്ങൾ സമാധാനമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്ത് സാറേ, എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? വലിജ, കഴിഞ്ഞ മാസം കനാൽ പുറമ്പോക്കിലെ കുറ്റിക്കാട്ടിൽ മരിച്ചു കിടന്ന സൗമ്യ എന്ന പെൺകുട്ടിയെ കൊന്നത് ഇവനാണ്. മോനെ എന്താണത്? എന്താണത്? ഈ സാറുമാര് പറയുമ്പോഴും സത്യമാണോ? സത്യമാണോ? എന്റെ മോൻ പാവ സാറേ. എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. സാറുമാർക്ക് തെറ്റിയതോ? എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെ കരുതിയാണ് കുട്ടികളെ വളർത്തുന്നത്. ഇന്ന് സ്കൂളിൽ ചെന്നവനെ ചോദ്യം ചെയ്തപ്പോ എല്ലാം ചെയ്ത് അവൻ തന്നെയാന്ന് അവൻ പറഞ്ഞു. എല്ലാരും കൂടി എന്റെ മോനെ കൊലപാതകയാക്കാണ് സാറേ. എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എടോ, ആ ഫോണിനെടുത്ത്. നീ പറയടാ, എന്തുണ്ടായെന്ന് പറയടാ. ഇവരെന്തൊക്കെയാടാ പറയണേ? ഇത് നിങ്ങളുടെ മകന്റെ ഫോണാണ്. കഴിഞ്ഞൊരു മാസമായി ആ കുട്ടിയുമായി പരിചയമുള്ളവരെ ഞങ്ങൾ വാച്ച് ചെയ്യായിരുന്നു. നിങ്ങളുടെ മകന്റെയും കൂട്ടുകാരുടെയും കളിക്കൂട്ടുകാരിയായിരുന്നു മരിച്ച ആ പെൺകുട്ടി. ഓ, ഇന്ന് വന്നേ. എന്ത് സാറേ? ഇയാള് പലപ്പോഴും നിങ്ങളുടെ മകനും കൂട്ടുകാരും മരിച്ച കുട്ടിയുമായിട്ടുള്ള ചങ്ങാത്തം കണ്ടിട്ടുള്ളതാണ്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇയാളത് സമ്മതിച്ചിട്ടുള്ളതാണ്. ചെറിയ കുട്ടികളായതുകൊണ്ട് നേരിട്ടൊരു അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറായതുമില്ല. ഇവിടെ നാട്ടുകാർ പറയുന്ന പോലെ ബംഗാളികൾ ആരെങ്കിലും ഇതിന് പിറകിലുണ്ടെന്ന് ഞങ്ങൾ സംശയിച്ചു. ആ രീതിയിലൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഈ ചുറ്റുവട്ടത്ത് സംശയം തോന്നിയിരുന്ന എല്ലാവരുടെയും നമ്പറുകൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ സൗമ്യയുടെ കൂട്ടുകാരുടെയും. കഴിഞ്ഞ ദിവസം ഇവന്റെ ഫോണിൽ നിന്ന് ഇവന്റെ കൂട്ടുകാരൻ അയച്ച വാട്സപ്പിലെ ചിത്രങ്ങള് ആ മരിച്ച കുട്ടിയുടെ നഗ്നചിത്രങ്ങളായിരുന്നു. നമ്മുടെ ഫോൺ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർത്തല്ലോ ഗിരിജ. ശരിക്കും ഇവനെ കുറ്റവാളിയാക്കിയത് നിങ്ങളാണ്. നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കളാണ് പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികളെ ഉണ്ടാക്കുന്നത്. ഇന്ന് പിറന്നാളായാലും A+ കിട്ടിയാലും കുട്ടികൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്കായാലും ഗെയിം കളിക്കാനെന്ന പേരിൽ മൊബൈൽ മേടിച്ചു കൊടുക്കും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പണ്ട് കുട്ടികൾക്ക് കൊടുത്തിരുന്നത് ചെറിയ ചെറിയ നല്ല നല്ല പുസ്തകങ്ങളും അറിവുകളുമായിരുന്നു. ഇക്കാലത്തോ ഇപ്പൊ കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും റേസിംഗ് ബൈക്കുകളെ വെല്ലുന്ന തരത്തിലുള്ള ബൈക്കുകൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ആ കുട്ടികളെ സന്തോഷിപ്പിക്കും. ആ സന്തോഷം മിക്കവാറും 1 വർഷം പോലും തികച്ചു നിൽക്കാറില്ല. നിങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഇവൻ മൊബൈൽ വാങ്ങിച്ച പോലെ പല മാതാപിതാക്കളെയും ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, മൊബൈൽ വാങ്ങിച്ചില്ലെങ്കിൽ സ്കൂളിൽ അധ്യാപകൻ ക്ലാസ്സിൽ കയറ്റില്ലെന്ന് പറഞ്ഞിട്ട്
നമ്മുടെ കുട്ടികൾ ഒരു മൊബൈൽ സംസ്കാരം തന്നെ ഉണ്ടാക്കി. എടാ നിന്നെ ഞാനുണ്ടല്ലോ. ഇന്ന് ലോകത്ത് നടക്കുന്ന എന്തും ഈ മൊബൈലിൽ കാണാൻ സാധിക്കും. ഇതിലെ നല്ലതേതെന്നും ചീത്ത ഏതെന്നും മനസ്സിലാക്കാതെ കുട്ടികൾ ഇതിലെ ചീത്ത വശങ്ങൾ മാത്രം ഉൾക്കൊണ്ട് കുട്ടികൾ വലിയ കുറ്റവാളികളായി തീരുന്നു. കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ ക്രൈം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറ്റവാളികൾ നിങ്ങളാണ്, നിങ്ങൾ മാതാപിതാക്കൾ. അതിന് നമ്മുടെ നിയമം അനുശാസിക്കാത്ത കാരണം ഇവനെ ഞങ്ങൾ കൊണ്ടുപോകും.